الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله أشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിൻ്റെ കാരുണ്യം സദാ നമ്മിൽ വർഷിക്കുമാറാകട്ടെ. ഒരാളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യകരമായ ഒരു അനുഗ്രഹമാണ്. പ്രത്യേകിച്ചത് അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സൃഷ്ടി വിഭാഗം ആണെങ്കിലോ അതിലേറെ ആനന്ദവും സൗഭാഗ്യവും കൈവരാൻ മറ്റെന്തോ മാർഗമാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മുടെ ഇൽമിന്റെ തമ്മിൽ സംസാരിക്കാതെ കേൾക്കുക, അത്ര സമയത്തെങ്കിലും. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് പറയാനുള്ള കാരണം മനുഷ്യരെ പോലെയല്ല മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവരോട് അല്ലാഹു കൽപ്പിക്കുന്നതിന് എതിര് പ്രവർത്തിക്കാത്തവരും കൽപ്പിക്കപ്പെടുന്നത് പ്രവർത്തിക്കുന്നവരുമാണ്. അനുസരണം മാത്രമാണ് അവരുടെ ശീലം. ധിക്കാരം എന്നത് അവരുടെ അജണ്ടയിലില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന ലഭിക്കുക എന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയാൻ കാരണം. പക്ഷെ ആ പ്രാർത്ഥന ലഭിക്കുന്നവർ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചവർക്കും മാത്രമേ ആ സൗഭാഗ്യം കരഗതമാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മലക്കുകളുടെ പ്രാർത്ഥന എന്നുകൊണ്ടുള്ള ഉദ്ദേശം അൽ മുറാദു ബി സ്വലാത്തില്ലാഹി അലൽ അബ്ദി, ഒരു ദാസൻ അള്ളാഹുവിന്റെ സ്വലാത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. സനാ സ്തുതിയാകാം, തസ്കിയത്ത് പുകഴ്ത്തലാകാം, റഹ്മത്ത് കാരുണ്യമാകാം, കറാമത്ത് ആദരവാകാം, ബറക്കത്ത് അഭിവൃദ്ധി, ഇതൊക്കെയാകാം. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദാസനെ സംബന്ധിച്ചോളം അവന് രണ്ടർത്ഥത്തിലാണ്. ഒന്ന് ദുആ ആണ്, പ്രാർത്ഥനയാണ്. രണ്ട് ഇസ്തിഗ്ഫാറാണ്. മലക്കുകൾ ഒരാൾക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ ഒന്നാമത്തെ വിഭാഗമാരാ വല്ലദീന തുസല്ല അലൈഹുമുൽ മലായികത്ത്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരിൽ ഒന്നാമത് അൽ ഔവലു നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അല്ലാഹു മലക്കുകൾ പ്രവാചകന് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾ ആ പ്രവാചകന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്തിൽ പറയുകയാണ്. ഇവിടെ ഒന്നാമതായി അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നന്മ ചെയ്യുന്നത്. മലക്കുകളുടെ സ്വലാത്ത് അഥവാ മലക്കുകൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗ്യവാൻ മഹാനായ അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. രണ്ടാമത്തത് രണ്ടാമത്തെ ഭാഗ്യവാന്മാരാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ. അവർക്കാണ് ആ മഹാഭാഗ്യം കൈവന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ സ്വല്ല അലാ റസൂലില്ലാഹി സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി വമലായികതുഹു 70 സ്വലാ. ഒരാൾ പ്രവാചകനു വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ എന്ന് പറഞ്ഞാൽ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മലക്കുകൾ അവനു വേണ്ടി 70 തവണ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഗുണമുണ്ടാകും. അതുപോലെ തന്നെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി മലായികതൻ സയ്യാന മിൻ ഉമ്മത്തി അസ്സലാം. തീർച്ചയായും അള്ളാഹുവിന് ഒരു വിഭാഗം മലക്കുകളുണ്ട്, എന്റെ ഉമ്മത്തിൽ നിന്നും അവർ പറയുന്ന സലാം എനിക്ക് എത്തിക്കുന്ന മലക്കുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേൾക്കുക എന്നല്ല. ഇപ്പൊ ഹജ്ജിന് ഉംറയ്ക്ക് പോകുമ്പോൾ ആളുകൾ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കും, എന്റെ സലാം നബിക്കങ്ങ് പറയണേന്ന്. ഇത് ഇസ്ലാമിലെ തെളിവില്ല. ഇസ്ലാമിലുള്ള തെളിവ് ഇതാണ് പറയുന്നത്. നമ്മൾ എവിടെ നിന്ന് സലാത്ത് ചൊല്ലിക്കോ, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ സലാം പറഞ്ഞോ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലായ
ആണ് പറഞ്ഞത്, എനിക്കത് എത്തിക്കും മലക്കുകൾ വഴി എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം യൗമുൽ ജുമുഅയാണ്. ഫിഹി ഖുലിഖ ആദം, ആ വെള്ളിയാഴ്ച ദിവസമാണ് ആദം സൃഷ്ടിക്കപ്പെട്ടതും. ഫിഹി ഖുബിള, അതേ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദം അലൈഹിസ്സലാം വഫാത്തായതും എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫാകിസ്റു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി, അതിനാൽ ആ വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുവീൻ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് ലഭിക്കും, എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അസ്സാലിസു മൻ ജലസ ഫീ മുസല്ല, പ്രാർത്ഥനയ്ക്കും അവരുടെ ഇസ്തിഗ്ഫാറിനും പാത്രീഭൂതരായി തീരുന്ന അല്ലെങ്കിൽ ആ ഭാഗ്യം ലഭിക്കുന്ന മൂന്നാമത്തെ വിഭാഗം നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദ ഇദാ ജലസ ഫീ മുസല്ലാഹു ബഅദ സ്വലാത്തി, നമസ്കാരം കഴിഞ്ഞ് ഒരു ദാസൻ തന്റെ നമസ്കാരം നടത്തിയ നമസ്കരിച്ച ആ ഇരിപ്പിടത്ത് തന്നെ ഇരിക്കുന്ന പക്ഷം സ്വല്ലത്ത് അലൈഹിൽ മലായിക, മലക്കുകൾ അവന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. വസ്വലാത്തുഹും അലൈഹി, മലക്കുകളുടെ പ്രാർത്ഥന എന്താ അവർക്കുള്ളത്? അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ ഇയാൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഇയാളോട് നീ കരുണ കാണിക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നോക്കൂ, അപ്പൊ ഇവിടെ മുസല്ലയിൽ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, മുസല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല എന്നോ എഴുന്നേറ്റ് മാറിപ്പോകാൻ പാടില്ല എന്നോ ഇതില്ല. ഇബ്നു ഹജർ അതിനെ സംബന്ധിച്ച് വിവരിച്ചത്, ഫലോ ഖാമ ഇലാ ബുഖഅത്തിൻ ഉഖ്റാ മിനൽ മസ്ജിദി, ഒരു പള്ളിയുടെ ഒരു ഭാഗത്തേക്ക് ഒരാൾ എണീറ്റ് മാറിക്കഴിഞ്ഞാൽ മുസ്തമിറൻ അലാ നിയ്യത്തി ഇൻതിലാരി സ്വലാ, നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന നിയ്യത്തോടുകൂടി ഒന്നങ്ങോട്ട് മാറിയാലും കാന കദാലിക്, ഈ ഹദീസിൽ പറഞ്ഞ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എന്ന് ഇബ്നു ഹജർ കൃത്യമായി നമുക്ക് വിവരിച്ചു തന്നു. അതുപോലെ തന്നെ ഇവിടെ മുസല്ല എന്നാണല്ലോ പറഞ്ഞത്, അപ്പോ വീട്ടിലിരിക്കുന്ന സ്ത്രീക്കും അതിന് ലഭിക്കൂലേ? തീർച്ചയായും ലഭിക്കും. ഹുക്കുമുൽ മർഅത്തി ഹുക്കുമുർ റജുൽ ഫിൽ ഫദ്ലി അൽ മദ്കൂർ ഫിൽ ഹദീസ്, ഈ ഹദീസിൽ പറഞ്ഞ ശ്രേഷ്ഠതയിൽ പുരുഷന്റെ അതേ വിധി തന്നെയാണ് സ്ത്രീക്കും. ഫൈദാ ജലസത് ഫി മുസല്ലഹ, ഒരു സ്ത്രീ നമസ്കരിച്ചു എന്നിട്ട് അവൾ നമസ്കരിച്ചിടത്ത് തന്നെ ഇരുന്നു, ഫി ബൈത്തിഹ, അവളുടെ വീട്ടിൽ വെച്ച് തന്നെ, തദ്കുറുല്ലാഹ, അല്ലാഹുവെ ഓർത്തുകൊണ്ട്, ഫഇന്നഹു യഹ്സുലു ലഹാ ദാലികൽ അജ്റു അല്ലദീ ജാഅത് ബിഹിൽ ഹദീസ്, ഈ ഹദീസുകളിൽ വന്ന ഈ ഓഫർ, ഈ പ്രതിഫലം അവൾക്കും ലഭിക്കുന്നതാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് തന്റെ ഫത്വയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് സമയമില്ല എന്നതും നമ്മുടെ ഒരു ഏറ്റവും വലിയ പോരായ്മയായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചടിപടിയെന്ന് ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഓടി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണം. നമുക്ക് മലക്കുകളുടെ ഇസ്തിഗ്ഫാറിനുള്ള ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഗോൾഡൻ, കാരണം അവിടെ കുറച്ചു നേരം ഇരുന്നാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു. എത്ര മഹാഭാഗ്യമാണ്! അത്തരം ഈ ഒരു സുന്നത്തിലൂടെ നമ്മൾ അത് എടുക്കാത്തതിലൂടെ, ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നാലാമത്തെ വിഭാഗം ആളുകൾ, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഭാഗ്യം ലഭിച്ച ആളുകൾ, മൻ ഖഅദ ഫിൽ മസ്ജിദ് യന്തദിറു സ്വലാ വഹുവ അലാ വുളൂഇൻ, ശുദ്ധിയോടുകൂടി ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം വരെയും പ്രതീക്ഷിച്ചിരിക്കുക പള്ളിയിൽ. പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും അസഹനീയമായ ഒരു കാര്യമാണ്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് നെടുവീർപ്പെട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്തോ വലിയൊരു കാര്യമൊക്കെ തീർത്ത മാതിരിയായിരിക്കും ആളുകളെ കോലൊക്കെ കണ്ടാൽ, ഭാവഭേദങ്ങൾ കണ്ടാൽ. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നമസ്കാരം കഴിഞ്ഞു ഉദൂവോടുകൂടി അവിടെ തന്നെ ഇരുന്നാൽ അയാൾ നമസ്കാരത്തിൽ മുഴുകിയവനെ പോലെ അതേ ഒരു സ്റ്റേജിലാണ് അയാളെന്ന മഹാഭാഗ്യം ആലോചിച്ചൊക്കെ. നിസ്കരിക്കുന്നില്ല അയാൾ, നിസ്കാരം കഴിഞ്ഞോടെ ഇരിക്കുകയാണ്, അടുത്ത നമസ്കാരം ഉപദേശിച്ചിരിക്കുകയാണ്. അത്രയും നേരം അദ്ദേഹം നമസ്കാരത്തിൽ തന്നെ ഒഴുകുന്ന പോലെയാണ്. മാലം യുഹദിസ്, അദ്ദേഹത്തിന് അശുദ്ധി ഉണ്ടാകാതിരിക്കുമ്പോൾ, ഉദു നഷ്ടപ്പെടാതിരിക്കുമ്പോൾ, തദ്ഉ ലഹുൽ മലായിക, മലക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹു അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ റഹംഹു, അല്ലാഹു അദ്ദേഹത്തോട് നീ കരുണ കാണിക്കണമേ എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അൽ ഖാമിസു അഹ്ലുസ് സുഫൂഫിൽ മുതഖദ്ദിമ, ഇത് സഫുകളിൽ അഞ്ചാമത്തെ വിഭാഗം മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഭാഗ്യം ലഭിച്ച ആളുകൾ, അവർ ആദ്യം സഫുകളിൽ എത്തുന്ന ആളുകളാണ്. പിന്നോക്കം പോവാതെ ഏറ്റവും മുന്നിലെത്തണമെന്ന ആഗ്രഹത്തോട് മുന്നിലേക്ക് വരുന്ന ആളുകൾ
അബീ ഉമാമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അല സഫിൽ അവലി, ഒന്നാമത്തെ സഫിൽ അല്ലാഹുവും അവന്റെ മലക്കുകളും അവർക്ക് വേണ്ടി സ്വലാത്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഗുണം ചെയ്യും, മലക്കുകൾ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സഹാബികൾ ചോദിച്ചു അലസാനി, രണ്ടാമത്തെ സഫിലോ? അപ്പോഴും പ്രവാചകൻ ആദ്യം പറഞ്ഞു തന്നെ പറഞ്ഞു, അള്ളാഹു യുസല്ലൂന, അള്ളാഹു മലക്കുകൾ യുസല്ലൂന അല സഫിൽ അവലി, ഒന്നാമത്തെ സഫിലാണ് അള്ളാഹു ഗുണം ചെയ്യുക. മൂന്നാമതായി സഹാബികൾ വീണ്ടും ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു വാലത്താനി, രണ്ടാമത്തെ സഫിലും എന്ന് പ്രവാചകൻ പറഞ്ഞതായി കാണാൻ കഴിയും. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഒന്നാമത്തെ സഫിന് നേരത്തെ പള്ളിയിലെത്തുന്നതിന്റെയും പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സ്വഹാബികൾ എന്ത് ചെയ്യുമായിരുന്നു? അതിന് നറുക്കിട്ടാണെങ്കിലും ആ ഒരു ഊഴ എനിക്ക് കിട്ടണമെന്ന കാര്യത്തിൽ മുന്നോട്ടവർ കുതിക്കുമായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും പ്രാധാന്യമുണ്ട് എന്നർത്ഥം. അതുപോലെ തന്നെ ആറാമത്തെ മൻയുസല്ലൂന സുഫൂഫ, സഫിൽ അത് കൃത്യമായി സഫ് അണിയണിയായി ലൈനൊപ്പിച്ച് നിൽക്കുന്നവർക്കും മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഭാഗ്യം സിദ്ധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലല്ലദീന യുസല്ലൂന സുഫൂഫ്, സഫുകളിൽ അണിനിരന്ന് നിൽക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ സഫ് ലെവലായി വളയാതെ നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് തമ്മിൽ വകാന അഹദുനാ യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമിഹി ബിഖദമിഹി എന്നാണ്. ഞങ്ങളിൽ ഓരോരുത്തരും ഞങ്ങളുടെ തോളോട് ചേർത്ത് വെച്ച് ഇങ്ങനെ കത്രിക പൂട്ടടക്കം ഇങ്ങനെ നിൽക്കുന്നതല്ല ചില ആളുകൾ. 2-3 മീറ്ററൊക്കെ ഇങ്ങനെ ഗ്യാപ്പിട്ട് നിൽക്കരുത്, പിശാച് കയറി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ നമസ്കാരം തുടങ്ങും മുമ്പേ സവ്വൂ സുഫൂഫക്കും ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമിസ് സ്വലാ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അണി ശരിപ്പെടുത്തണേ, തീർച്ചയായും സഫ് ശരിപ്പെടുത്തുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ വിഭാഗം തഅ്മീനുൽ മലായികത്തി ഇൻദ ഖിറാഅത്തിൽ ഇമാമിൽ ഫാത്തിഹ. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും ഇമാം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇമാം ആദ്യം ആമീൻ അങ്ങോട്ട് പറയും, നമ്മൾ പിന്നാലെ പറയുക, അല്ലെങ്കിൽ ചില ആളുകൾ ആവേശം മൂത്ത് ആദ്യം ഇമാം പറയുമ്പോൾ അങ്ങോട്ട് പറയുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ പറഞ്ഞ ഓഫർ എന്ന് പറഞ്ഞാൽ ആമീൻ ഒരുമിച്ച് വന്നാലേ ഈ ഹദീസിൽ പറഞ്ഞ ഓഫർ നമുക്ക് ലഭിക്കൂ. അബൂ ഹുറൈറ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും, ഇദാ ഖാലൽ ഇമാമു ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഫഖൂലു ആമീൻ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായികത്തി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ ആമീൻ എന്ന് പറയുമ്പോൾ മലക്കുകൾ പിന്നെ ഇമാമിന്റെ ആമീനും നമ്മുടെ ആമീനും ഒരുമിച്ച് വരുമ്പോൾ അവിടെ മലക്കുകളും ആമീൻ പറയുകയാണ്. അവർ സന്നിഹിതരാണല്ലോ, നമ്മൾ കാണുന്നില്ലല്ലോ. ആ ആമീൻ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ഓഫർ പറഞ്ഞത്. എന്താണ് ഓഫർ? നമുക്ക് അതിനുള്ള മഹാ ഓഫർ നമ്മുടെ പാപമോചനമാണ്, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. എട്ടാമത്തെ വിഭാഗം ആളുകൾ ശുദ്ധിയോടുകൂടി ഉറങ്ങാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും എല്ലാ നിലയ്ക്കുള്ള ശുദ്ധി, ശരീരശുദ്ധി, ദന്തശുദ്ധി ഒക്കെയും ഉറങ്ങാൻ നേരത്തെ ഒരു വൃത്തി ബോധം നമുക്ക് വേണം. കിടക്കയിൽ കയറി അപ്പൊ ഉദു എടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹീറു ഹാദിഹിൽ അജ്സാദ്, നിങ്ങൾ ഈ ശരീരങ്ങളെ വൃത്തിയാക്കൂ. തഹറക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ വൃത്തിയാക്കട്ടെ. ഫഇന്നഹു ലൈസ മിൻ അബ്ദിൻ യബീതു ത്വാഹിറൻ ഇല്ലാ ബാത മഅഹു ഫീ ശആരിഹി. പറഞ്ഞു, ഏതൊരു ദാസനും വൃത്തിയോടുകൂടി രാത്രി കഴിച്ചുകൂട്ടുന്നവൻ ഉറങ്ങുന്നവൻ അവന്റെ ഓരോ രോമകൂപത്തിലും മലക്ക് ഉണ്ടാകും. ലയങ്കലിബു സഅതൻ മിനൽ ലൈലി, രാത്രിയുടെ ഒരു സമയം കഴിഞ്ഞു പോകുമ്പോഴേക്കും ഇല്ലാ കാല മലക്ക് പറയും, അല്ലാഹുമ്മ ഗഫിർ ലി അബ്ദിക്, അല്ലാഹുവേ ഈ ദാസൻ, നിന്റെ ദാസന് നീ പുറത്തു കൊടുക്കണമേ. ഫഇന്നഹു ബാത ത്വാഹിറൻ, അദ്ദേഹം ശുദ്ധിയുള്ളവനായിട്ടാണ് കിടന്നുറങ്ങിയത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസാണിത്. നോക്കൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃത്തി എന്നത് ഈമാന്റെ ഭാഗമാണെന്ന് അറിയാത്തവർ നമ്മൾ ആരുമില്ല. ബാത്റൂമിൽ ഇറങ്ങിക്കഴിഞ്ഞ് വൃത്തിയായി ഒരു ഉദു എടുത്ത് കിടന്നാൽ എന്താ നമുക്ക് സംഭവിക്കുക? പലപ്പോഴും ആളുകൾ പറയുന്നത് കിടപ്പറയിലേക്ക് പോകുമ്പോൾ വിവാഹിതരാണെങ്കിൽ ഇപ്പൊ എന്തായാലും ഓളക്കെട്ടി പിടിച്ചിറങ്ങാൻ പോവല്ലേ, പിന്നെ ഇപ്പൊ എന്തിന്റെ ഉദുവിന്റെ ആവശ്യം, എന്നാൽ ഉദു വേണം. ശാരീരിക ബന്ധം പുലർത്തി കഴിഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുളിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉദു എടുത്ത് കിടക്കണം, അതിന് പുണ്യമുണ്ട്, കൂലിയുണ്ട്. വീണ്ടും ഒന്നും കൂടി അത് ആവർത്തിക്കുകയാണെങ്കിൽ അപ്പോഴും ഉദു ഉണ്ട്, കുളിച്ചില്ലെങ്കിലും ഉദു എടുക്ക സുന്നത്തുണ്ട്. അപ്പൊ വൃത്തിയായി കിടക്കുക എന്നത് ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം മലക്കിന്റെ പ്രാർത്ഥനയ്ക്ക് ഭാഗ്യവാനായി തീരുന്നു, ആ ഭാഗ്യം ലഭിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒമ്പതാമത്തെ വിഭാഗം മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ ഇസ്തിഗ്ഫാറിനും
ഭാഗ്യം ലഭിച്ചവർ മൻ സ്വല്ലൽ ഫജ്റ വൽ അസ്റ ഫിൽ ജമാഅ, ജമാഅത്തിലും അസ്റിൽ ജമാഅത്തായിട്ട് സുബഹിക്കും അസ്റിലും പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് പ്രയാസമുള്ള രണ്ട് നമസ്കാരമാണല്ലോ. അസ്ർ ഉച്ചമയക്കം, വയറ് നിറഞ്ഞുകൊണ്ടൊരു ഉറങ്ങുന്നു. അപ്പോ അസ്റിന്റെ സമയം ഉച്ചമയക്കത്തിൽ കിടക്കുമ്പോൾ അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു നമുക്കൊരു ഓഫർ തന്നത്. ഒന്ന് അസ്ർ നമസ്കാരം, രണ്ട് സുബഹി നമസ്കാരം. ഇജ്തമിഉ മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ ഫി സ്വലാത്തിൽ ഫജ്രി. ഫജ്ർ നമസ്കാരത്തിൽ രണ്ട് വിഭാഗം മലക്കുകളാണ്. രാത്രിയിലുള്ള മലക്കുകളും പകൽ വരുന്ന മലക്കുകളും തമ്മിൽ ഒരുമിക്കും. ഏത് സമയത്താണ്? സുബഹി സമയത്തും അസ്ർ സമയത്തും. ഫയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി, മലക്കുകളെല്ലാം എന്ത് ചെയ്യും? ഫജ്ർ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടും. ഫതസ്ഉദു മലായികത്തുൽ ലൈലി, രാത്രിയിൽ പള്ളിയിലേക്ക് വന്ന മലക്കുകൾ കയറിപ്പോകും. ഫതസ്ബുതു മലായികത്തുൻ നഹാർ, പകൽ വന്ന മലക്കുകൾ അവിടെ തന്നെ ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി ഫതസ്ഉദു മലായികത്തുൻ നഹാർ. അതുപോലെ തന്നെ തിരിച്ചും രാത്രിയിൽ വന്നവർ കയറിപ്പോകും, പകൽ വന്നവർ കയറിപ്പോകും. രാത്രിയിൽ വന്നവർ രാത്രി തന്നെ അവിടെ തന്നെ ഉണ്ടാകും. കയറി ചെല്ലുമ്പോ കൈഫ തറക്തും ഇബാദി, നിങ്ങൾ വരുമ്പോൾ എന്റെ ദാസന്മാർ എന്ത് ചെയ്യുകയായിരുന്നു? അള്ളാഹുവിനെ അറിയാത്തോണ്ട് ചോദിക്കുകയാണോ? അല്ല, അള്ളാഹു നമ്മൾ പുകഴ്ത്തുകയാണ്. മലക്കുകളോട് എടുത്തു പറയുകയാണ്, എന്റെ നല്ല ദാസന്മാരുടെ ക്വാളിറ്റി കണ്ടോ, എത്ര നല്ല ആളുകളാണ് അവർ. അപ്പൊ മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് അവർ നമസ്കരിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരെ വിട്ടേച്ചു പോരുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഫഗ്ഫിർ ലഹും, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ യൗമദ്ദീൻ, അന്ത്യനാളിൽ. ഈ മഹാഭാഗ്യം നമുക്ക് ലഭിക്കേണ്ട സുഹൃത്തുക്കളെ, എങ്ങനെ നമുക്ക് ഉറങ്ങാൻ കഴിയുക? എങ്ങനെ സുബഹിക്ക് പോസ്റ്റ് ഓഫീസിൽ കയ്യും വെച്ച് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുക? ഈ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ പാപം എങ്ങനെ നമ്മൾ പൊറുക്കപ്പെടുക? അതിനുള്ള ചാൻസ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്റെ സുഹൃത്തുക്കളോട് സാന്ദർഭികമായിട്ട് പറയട്ടെ, ഒരുപാട് ആളുകൾ നോമ്പെടുക്കുന്നവരുണ്ടാകും, ഇഫ്താർ വീറ്റുകളിലൊക്കെ പോയി പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷെ എന്തോ അറിയില്ല, പല ആളുകൾക്കും ബഹുഭൂരിപക്ഷം എനിക്ക് മനസ്സിലാക്കുന്നു, ഞാൻ മലയാളികളെ ഉദ്ദേശിച്ചല്ല, മൊത്തത്തിൽ പ്രവാസികൾക്ക് ഒരു മടിയായി മാറും. നോമ്പെടുക്കുന്നു, നമസ്കരിക്കണില്ല. പലപ്പോഴും ഇഫ്താർ മീറ്റുന്ന ആളുകൾ ഇറങ്ങിപ്പോകുന്നുണ്ട്, ഭക്ഷണം കഴിച്ചു പോകുന്നല്ലാതെ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ആൾക്ക് സമയമില്ല. ആ മഗ്രിബ് നിസ്കാരം പോലും നമസ്കരിക്കാൻ ആളുകൾ കഴിയുന്നില്ല എന്ന് പറഞ്ഞ എത്ര നന്ദി കെട്ടവനാണ് നമ്മൾ ചിന്തിക്കണം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് അല്ലാഹ് വെറുതെ പറഞ്ഞതല്ലല്ലോ. അന്നം തന്ന പടച്ചവൻ, വായു തന്ന പടച്ചവൻ, വായു തന്നതിന്റെ പേരിൽ ഒരിക്കൽ പോലും ബില്ല് ചോദിക്കാത്ത ആ നാഥനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനു പറ്റു സുഹൃത്തുക്കളെ? നമ്മൾ തിന്നാൻ വേണ്ടി മാത്രം, ഉറങ്ങാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു സമൂഹമാണോ നമ്മൾ? വലഖദ് കറംനാ ബനി ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ആദരവാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വളരെ ഗൗരവമായി എന്റെ സഹോദരങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഔവലുമാ യുഹാസബു അലൈഹിൽ അബ്ദു യൗമൽ ഖിയാമ അസ്സലാ, ആദ്യമായി അന്ത്യനാളിൽ ഒരാൾ വിചാരണ ചെയ്യപ്പെടുന്ന നമസ്കാരത്തെ പറ്റിയാണ്. അസ്വലാത്തു മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോല നമസ്കാരം. നമസ്കരിക്കാണ്ട് ഒരു നോമ്പും സ്വീകരിക്കില്ല, നമസ്കരിക്കാണ്ട് ഒരു സുന്നത്തും ഫർദ് നമസ്കാരിക്കാതെ ഒരു കർമ്മവും സ്വീകരിക്കപ്പെട്ടില്ല. എന്റെ സഹോദരങ്ങൾ, നിങ്ങൾ വളരെ വേദനയോടെ തിരിച്ചറിയണം, ഗൗരവമായിട്ട് തിരിച്ചറിയണം. നോമ്പെടുത്തത് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോയില്ല. നോമ്പുകാരുണ്ട്, വിശപ്പ് സഹിക്കുന്നുണ്ട്, നമസ്കാരമില്ലാത്തവൻ ആ നോമ്പ് എന്താണ് അവൻ ചെയ്യുക എന്ന് വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കണം. 10ാമത്തെ വിഭാഗം അൽ ഹാദി അശർ ആശിർ മൻ യുദ്ആ ലഹു ബിളഹരിൽ ഗൈബി വകദദാഇ, നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന ആളിനും പ്രാർത്ഥന ലഭിക്കുന്ന ആളിനും മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ഉണ്ടാവും, മലക്കുകളുടെ പ്രാർത്ഥന. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹരിൽ ഗൈബി മുസ്തജാബ, ഒരാളുടെ അസാന്നിധ്യത്തിലുള്ള ഒരു സഹോദരന്റെ, മുസ്ലിം സഹോദരന്റെ പ്രാർത്ഥന അത് ഉത്തരം ലഭിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅാ ലിഅഖീഹി ബിഖൈർ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ എന്ന ഹദീസിൽ കാണാൻ കഴിയും. നോക്കൂ, നമ്മുടെ കൂടെ നമ്മുടെ റൂമിൽ നോമ്പ് തുറക്കാനോ അല്ലാത്തപ്പോഴും വന്നൊരു സുഹൃത്ത് വന്നു, അവനെ യാത്ര അയക്കാൻ നിർത്തവ, യാത്ര കഴിഞ്ഞു, വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോയി കഴിഞ്ഞു, അള്ളാഹുവേ രാത്രിയാവൻ പോയത്, പഠിച്ചവനെ നീ കാക്കണേ എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന.
ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ആത്മാർത്ഥത അതിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കില്ല. നമ്മൾ അയാളൊപ്പം ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ വേണമെങ്കിൽ അയാളെ പുകഴ്ത്തുന്നോ അല്ലെങ്കിൽ അയാളിൽ നിന്നെങ്കിലുമൊക്കെ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അയാളുടെ അസാന്നിധ്യം നമ്മൾ പ്രാർത്ഥിക്കണം. അത് മനസ്സിൽ നിന്ന് വരുന്ന തേട്ടമാണ്. ആ കുടുംബം അങ്ങോട്ട് ഇറങ്ങിപ്പോയി പടച്ചോനെ കാക്കണേ, അള്ളാഹു നാട്ടിലേക്ക് സുരക്ഷിതമായി എത്തിക്കണേ, പ്രയാസങ്ങൾ ഒരുപാടുള്ള പ്രയാസങ്ങൾ മാറ്റണേ. ഇതൊക്കെ നമ്മോടൊപ്പം ഭക്ഷണം കഴിച്ച് പിരിഞ്ഞ, നമ്മോടൊപ്പം കുറെ നേരം സമയം ചെലവിട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് നമ്മുടെ അടുത്തുണ്ടാകും. എന്നിട്ട് പറയും ആമീൻ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാം. എന്നിട്ട് പറയും വലക്ക ബി മിസിൽ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അപ്പൊ രണ്ടുപേർക്കും രണ്ട് ഗുണമാണ്. ഒന്ന് പ്രാർത്ഥിക്കുന്നവനും കിട്ടുന്നു, പ്രാർത്ഥന ആർക്കാണോ ലഭിക്കുന്നത് അവനും ഈ പറഞ്ഞ പ്രാർത്ഥന, മലക്കിന്റെ പ്രാർത്ഥന കിട്ടുന്നു എന്ന് ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതാണിത്. 11ാമത്തെ വിഭാഗം മലക്കുകളുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ കാരുണ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കും ഇസ്തിഗ്ഫാറിന് ഭാഗ്യം ലഭിച്ചവർ അൽ മുൻഫിഖു ഫീ സബീലിൽ ഖൈർ, നല്ല മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്കാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാൻ യൻസിലാൻ, ഏതൊരു ദാസന്റെയും പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമ, ഒരാൾ പറയും അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ. മലക്കിന്റെ പ്രാർത്ഥനയാണ്. ചെലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണമേ. കൊടുത്താൽ കുറഞ്ഞു പോകുമോ എന്ന് പേടിച്ച്, മക്കളുടെ വിദ്യാഭ്യാസം മുടങ്ങുമോ എന്ന് പേടിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. കൊടുക്കുന്നവന് മലക്കിന്റെ പ്രാർത്ഥന, അല്ലാഹ് നീ പകരം കൊടുക്കണേ. അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ, അല്ലാഹുവേ പിശുക്കി പിടിക്കുന്നവന് നാശം കൊടുക്കണമേ എന്തും മലക്ക് പ്രാർത്ഥിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹിയാണ്. അതുകൊണ്ട് കൊടുത്തത് കൊണ്ട് സുഹൃത്തുക്കളെ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. നീ ദാരിദ്ര്യത്തെ ഭയപ്പെടും അവസരത്തിൽ കൊടുക്കുന്ന സ്വതക്കയാണ് നിനക്ക് ധനം സൗഭാഗ്യമൊക്കെ ഉള്ള സമയത്ത് കൊടുക്കുന്ന ധനത്തേക്കാൾ ഏറ്റവും ഉന്നതമായ ഏറ്റവും നല്ല സ്വതക്കയെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാര്യം എന്താ? അത് ഒരു വിശ്വാസമാണ്, ഉറച്ച വിശ്വാസമാണ്. അല്ലാഹ് തരും, പകരം തരുമെന്ന വിശ്വാസം ഉണ്ടെങ്കിലേ ഇഷ്ടം പോലെ കൊടുക്കാൻ നമുക്ക് കഴിയൂ. അല്ലെങ്കിൽ നമ്മുടെ കൈ പിശുക്ക് കാണിക്കുമെന്നർത്ഥം.